കർത്താവിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുവാൻ ദൈവനെയും സഹായിച്ചതോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഒരാൾ പറഞ്ഞതുപോലെ ഒരു ജീവിതത്തിൻ്റെ ദൈവത്തെ ഭയപ്പെടുന്ന ഒരാളുടെ ജീവിത സാക്ഷ്യത്തിൻ്റെ പങ്ക് വഹിക്കുവാൻ, അത് കണ്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം എനിക്ക് ഇവിടെ തന്ന ഈ 29 വർഷങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ കൈ പിടിച്ച് എന്നെ കൊണ്ടുപോയ ഭവനത്തിൽ ഞാൻ കണ്ട ഒരു കാര്യം, ഏറ്റവും ദൈവഭയമുള്ള ഒരു മാതാവ് അവിടെ ഉണ്ടായിരുന്നു. കത്തോലിക്ക പാരമ്പര്യത്തിലായിരുന്നെങ്കിലും അമ്മച്ചിയുടെ വിശ്വാസവും ദൈവഭയവും എന്നെ വളരെയധികം സ്വാധീനിച്ചു. ആദ്യകാലത്ത് എഴുന്നേറ്റ് അരമുക്കാൽ മണിക്കൂറോളം ഇരിക്കുന്ന കട്ടലിൽ തന്നെ ഇരുന്ന് ചികിത്സയും പറയുമായിരുന്നു, അമ്മച്ചി ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ അമ്മച്ചിയുടെ കൂടെ ജീവിച്ച കാലങ്ങളിൽ ഒരിക്കൽ പോലും ഒരു വീട്ടിൽ കടന്നു വന്ന ഒരു മകളെന്ന ഒരു സാധാരണ വീടുകളിൽ കാണുന്ന പോലെ ഒരു മരുമകളെന്ന ഒരു സ്ഥാനമല്ല അമ്മച്ചിക്ക് തന്നിരുത്. എന്നും സ്വന്തം മകളെ പോലെ എന്നെ കരുതിയിരുന്ന ആ അമ്മച്ചിയുടെ ജീവിതം എനിക്ക് വളരെ പ്രചോദനമായിരുന്നു. അതുപോലെ സഹോദരങ്ങളും ആ ഒരു വണ്ണസിൽ ഇന്ന് വരെയും കഴിയുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ബാല്യത്തിലെ ദൈവഭയത്തിൽ വളർന്നതുകൊണ്ട് ഞാൻ ചേർന്ന് കേട്ടിരിക്കുന്നത് പള്ളിയിൽ ഓൾട്ടർ ബോയ് ആയിട്ടും പല സാഹചര്യങ്ങളിലും പള്ളിയുടെ ഉത്തരവാദിത്തങ്ങൾ, ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളിൽ കടന്നുപോയി ദൈവഭയത്തോടെ വളർത്തുവാൻ ആ മാതാപിതാക്കൾക്ക് കഴിഞ്ഞു. അതെൻ്റെ ജീവിതത്തിലും ഒരു വെല്ലുവിളിയായിരുന്നു. ഞാൻ പല എക്സ്പീരിയൻസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഭവനത്തിൽ വളർന്നു വന്ന കാര്യങ്ങൾ, പലവിധ പ്രതികൂലങ്ങൾ ഭവനത്തിൽ തരണം ചെയ്യേണ്ടി വന്നാലും അമ്മച്ചിയുടെ വിശ്വാസവും പ്രാർത്ഥനയും എല്ലാത്തിനും പിടിച്ചു നിൽക്കുവാൻ, ഒന്നിലും പരാതിയില്ലാതെ എല്ലാ മക്കളെയും ഒരുപോലെ കരുതുവാൻ അമ്മച്ചിക്ക് കഴിഞ്ഞിരുന്നു. അതെൻ്റെ ജീവിതത്തിൽ എന്നോട് ഷെയർ ചെയ്ത ആ കാര്യം എനിക്ക് വളരെയധികം ഉത്സാഹമായിരുന്നു എൻ്റെ കുടുംബജീവിതത്തിലും. എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പഠിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്നു. അപ്പോൾ ബെഞ്ചാൻ ഒരു സ്റ്റെപ്പ് എടുത്തു. പൂർണ്ണമായിട്ട് ഞാൻ അതിനോട് ചേർന്ന് നിന്നില്ല, കാരണം കത്തോലിക്ക പാരമ്പര്യം എനിക്ക് വലുതായിരുന്നു. എന്നാൽ സ്നേഹത്തോടെയുള്ള നിർബന്ധം മൂലം ഞാൻ അതിന് സമ്മതിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുവാൻ ദൈവം ഞങ്ങളോട് കരുണ കാണിച്ചു. ഒരിക്കലും ഞങ്ങളുടെ ശക്തിയല്ല. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വാസ്തവമായി ഞാൻ അറിയുന്നു ദൈവത്തിൻ്റെ മഹാകരുണ. നമ്മൾ ബൈബിളിൽ വായിക്കുന്ന പോലെ കരുണാസമ്പന്നനായ ദൈവം ഞങ്ങളോട് കരുണ കാണിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവവചനത്തെ അനുസരിക്കണമെന്നൊരാഗ്രഹം, വചനത്തിലുള്ള എല്ലാ കാര്യങ്ങളും പൂർണ്ണ ഹൃദയത്തോടെ അനുസരിക്കണമെന്നൊരാഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നു. ആ ആഗ്രഹത്തോടെ വെച്ചാൽ കുഞ്ഞുങ്ങൾ പറഞ്ഞ പോലെ വളരെ ഉത്സാഹത്തോടെ വചനം പഠിക്കും. ഞാൻ അത്ര ഉത്സാഹമൊന്നും ഇല്ലാതെയാണെങ്കിലും കൂടെ കൂടുമായിരുന്നു. പിന്നെ കാലങ്ങൾ പോയപ്പോൾ കുഞ്ഞുങ്ങളെയും ദൈവഭയത്തിൽ വളർത്തണമെന്നുള്ള ആഗ്രഹത്തോടെ എനിക്കും ദൈവം ആ ഉത്സാഹം തന്നു. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 100 കിലോമീറ്ററോളം എല്ലാ ആഴ്ചയും യാത്ര ചെയ്ത് കുഞ്ഞുങ്ങൾ ചെറിയ സമയമായിരുന്നപ്പോൾ കടന്നുപോയി എല്ലാ ആഴ്ചയും ദൈവവചനം പഠിക്കുവാനും കുഞ്ഞുങ്ങളെ ആ കൂടെ കൊണ്ടുപോകാനും അവരും ആ ശിക്ഷണത്തിൽ വളർത്തുവാനെല്ലാം ദൈവത്തിന് ഞങ്ങളോട് കരുണ കാണിച്ചു. അങ്ങനെ മുമ്പോട്ട് പോയ സമയത്ത് ഞങ്ങൾ ദൈവവചനം വാസ്തവമായിട്ടും അനുസരിക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ട വിവേകവും പരിജ്ഞാനവും വന്നില്ലായിരുന്നു. ഞങ്ങൾ കടന്നുപോയ സാഹചര്യങ്ങളിൽ പല തെറ്റുകളും ഈ റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മതപരമായിട്ടുള്ള വഴിയിൽ നിന്ന് ആത്മീയരായിട്ട് മാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ച് പോയ സാഹചര്യങ്ങളിൽ പല തെറ്റുകളും ഞങ്ങൾക്ക് പറ്റി. എന്നാൽ
ആ സാഹചര്യങ്ങളിലെല്ലാം ഞങ്ങളെ മനസ്സിലാക്കി തന്നപ്പോഴൊക്കെയും അതിൽ നിന്ന് മടങ്ങി വരുവാൻ ഒരു ആത്മാർത്ഥത ദൈവം കാണിച്ചു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വീണ്ടും കരുണ ഞങ്ങളോട് കാണിക്കുവാനിടയായി. ഞങ്ങളെ യഥാർത്ഥമായ ദൈവവചനം അനുസരിക്കുന്ന ഒരു സഭയിലേക്ക് ദൈവം ഞങ്ങളെ ഗൈഡ് ചെയ്തു. ആ സാഹചര്യങ്ങളൊക്കെയും ഞാൻ ഓർക്കുകയാണ്, ശരിക്കും ഒരു നാടകം പോകുന്നത് പോലെ. ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ പറയാറുണ്ട്, നിങ്ങൾ മുൻപോട്ട് നടന്നു പോയാൽ മതി, ദൈവത്തിൻ്റെ ആ വഴി ഒരു ഓട്ടോമാറ്റിക് ഡോർ പോലെ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരും. ആത്മാർത്ഥമായൊരു ഹൃദയവും ദൈവത്തെ സ്നേഹിക്കുവാൻ അനുസരിക്കുവാനുള്ള ഒരു ആഗ്രഹവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകളല്ല, നിങ്ങളുടെ ശക്തിയല്ല, ദൈവത്തിൻ്റെ വഴികൾ നമ്മുടെ മുൻപിൽ ഒരു കോഴ്സും ഇല്ലാതെ ദൈവം തന്നെ തുറന്നു തരും. നമ്മൾ പുറപ്പാടിൽ വായിക്കുന്ന പോലെ, നിനക്ക് അല്പമേ ശക്തി ഉള്ളെങ്കിലും നീ എൻ്റെ വചനം കാത്തു. ആ ഒരു ആഗ്രഹത്തോടെ ദൈവസന്നിധി നിൽക്കുമ്പോൾ ദൈവം വഴികളെല്ലാം ഇങ്ങനെ തുറന്നു വന്നുകൊണ്ടിരുന്നു. അങ്ങനെ യഥാർത്ഥമായുള്ള ദൈവത്തിനെ അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്ന ശിഷ്യന്മാരുടെ ഒരു കൂട്ടത്തിലേക്ക് ദൈവം ഞങ്ങളെ നയിച്ചു. അങ്ങനെ കാലങ്ങൾ എടുത്തെങ്കിലും ഞങ്ങളെ ഇപ്പോഴായിരിക്കുന്ന ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ചിൽ ദൈവം ഞങ്ങളെ ആക്കി. അതിനിടയ്ക്ക് വന്ന എല്ലാ തെറ്റുകളും ദൈവം ഞങ്ങളോട് ക്ഷമിച്ചു. ഈ സഭയുടെ ജ്യേഷ്ഠ സഹോദരനായിരിക്കുന്ന ബ്രദർ സായിക്ക്, സിസ്റ്റർ ആനി, ഞങ്ങളുടെ ജീവിതത്തിൽ അവരുടെ ഇൻഫ്ലുവൻസ് പറഞ്ഞറിയിക്കുവാൻ വയ്യാത്തതാണ്. കാരണം ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് അവർ ഞങ്ങൾക്ക് മുൻപിൽ ഉണ്ടായിരുന്നു. ഏറ്റവും വിശ്വസ്തരായിട്ട് കർത്താവിനെ പിൻപറ്റുകയും കുഞ്ഞുങ്ങളെ ആ വഴി വളർത്തുകയും അവരുടെ ജീവിതാനുഭവം ഞങ്ങൾക്കൊരു വെല്ലുവിളിയായിരുന്നു. നമുക്കും അങ്ങനെ കഴിയും. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവിന് സകലതും കഴിയും, കർത്താവിൽ വിശ്വസിക്കുന്നവർക്കും എല്ലാം കഴിയും. അപ്പോൾ ഞങ്ങൾക്ക് മുൻപേ ആ ഒരു ഓട്ടം ഓടിയ ജ്യേഷ്ഠ സഹോദരൻ ഉണ്ടായിരുന്നുകൊണ്ട്, അതുപോലെ ആഗ്രഹത്തോടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജ്യേഷ്ഠ സഹോദരന്മാരെ സഭയെ നയിക്കുന്നത് കണ്ടതുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് ഒരു ഉത്സാഹം തന്നു. അപ്പോൾ വിളിച്ചാനടുത്ത സ്റ്റെപ്പിൻ്റെയൊക്കെ കൂടെയും കുറവില്ലാതെ അനുസരിക്കുവാൻ ദൈവം എന്നെയും സഹായിച്ചു. ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ കർത്താവ് കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് ചോദിക്കുകയുണ്ടായി, ചേച്ചി ഒത്തിരി പേര് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നിങ്ങളും പ്രാർത്ഥിച്ചു, നിങ്ങളുടെ ലൈഫ് കണ്ടിട്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, പിന്നെ എന്തുകൊണ്ട് ചേച്ചിയുടെ ഹസ്ബൻഡിന് ഈ അസുഖം വന്നു, എന്തുകൊണ്ട് ഈ മരണത്തിലേക്ക് ദൈവം നടത്തി? ഞാനും അവർക്ക് എന്ത് മറുപടി പറയണമെന്ന് എനിക്കറിയില്ല. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ വചനം വായിച്ചപ്പോൾ ദൈവം എനിക്കൊരു കാര്യം കാണിച്ചു തന്നു. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവ് ഗെത്സമനി തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. യേശു പ്രാർത്ഥിച്ചു, എൻ്റെ ഉള്ള മരണവേദന പോലെ ദുഃഖിതമായിരിക്കുന്നു. എന്നിട്ട് ശിഷ്യന്മാരൊക്കെ പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. അവിടെ ഒരു കാര്യം കർത്താവ് പറയുന്നുണ്ട്, പിതാവേ നിനക്കെല്ലാം കഴിയും. അപ്പോൾ ഞാൻ വെച്ചാൻ്റെ ജീവിതത്തിൽ നിന്നും കണ്ടത്, മരണത്തിൻ്റെ അവസാനം വരെയും വെച്ചാൽ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഗോഡ് വിൽ ഡു. അത് ഞാൻ പിന്നെയാണ് ഇത് മരിച്ചു കഴിഞ്ഞിട്ടാണ് എനിക്കിത് മനസ്സിലായത്. ഈ സഹോദരിയുടെ ചോദ്യത്തിൻ്റെ മുൻപിൽ ഞാൻ ആൻസർ കൊടുക്കാതിരുന്നത്. ഞാൻ അന്ന് പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കുന്നവർക്കെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. എന്നാൽ ഈ വചനം വായിച്ചപ്പോൾ അവിടെ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്ന കർത്താവ് ഗെത്സമനി തോട്ടത്തിൽ നമ്മളെല്ലാം രക്ഷിക്കുവാൻ പൂർണ്ണ ഹൃദയത്തോടെ ഇറങ്ങി പിതാവിൻ്റെ ഹിതം നിർവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവ് ഗെത്സമനി തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ മരണവേദനയോടെ അതിദുഃഖിതമായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞ് പ്രാർത്ഥിച്ച്, പക്ഷേ അവിടെ ദൈവത്തിൻ്റെ ശക്തിയിൽ അല്പം പോലും കർത്താവിന് സംശയമില്ലായിരുന്നു. അവിടെ പറയുന്നു, അപ്പാ പിതാവേ നിനക്കെല്ലാം കഴിയും. ഞങ്ങളും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ദൈവത്തിന് തീർച്ചയായിട്ടും എല്ലാം കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ പൂർണ്ണതയ്ക്ക് സമർപ്പിച്ചിരുന്നതുകൊണ്ട് ഈ 57 വയസ്സും 1 മാസവും ജീവിച്ചിരിക്കണമെന്നായിരുന്നു വെച്ചാനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം. ആ ഹിതത്തിന് ഞാൻ പൂർണ്ണമായിട്ടും കീഴടങ്ങുന്നു.
അവിടെ കർത്താവ് എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നതല്ല, നീ ഇച്ഛിക്കുന്നത് എത്രേ ആകട്ടെ എന്ന് പറഞ്ഞു. ആ ഒരു സമർപ്പണം ഞങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും ദൈവം ആ ദിവസങ്ങളിൽ തന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ മർക്കോസിൻ്റെ റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവം അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമായത്. കുഞ്ഞുങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ദൈവം അനുകൂലമാണെന്നുള്ള വിശ്വാസത്തോടെ ദൈവവചനം പൂർണ്ണമായിട്ട് അനുസരിച്ച് ഞങ്ങൾ കാണിച്ചെന്ന മാതൃകയോടെ മുൻപോട്ട് പോകാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്കതിന് കഴിവില്ല. ഞങ്ങൾ പല കാര്യങ്ങളിൽ പരാജയപ്പെട്ടവരാണ്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുമ്പോൾ കർത്താവിനത് ചെയ്തു തരുവാൻ കഴിയും. പിന്നെ ഞങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാനൊരു കാര്യം ഓർക്കുകയാണ്. എല്ലാ കുടുംബജീവിതങ്ങളിലെയും പോലെയും രണ്ടഭിപ്രായം പല കാര്യങ്ങളിലും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ സാധാരണ കുടുംബങ്ങളിൽ കാണുന്നത് പോലെ സഹോദരിമാരാണ് കൂടുതൽ സംസാരിക്കുന്നത്. അവിടെ വെച്ചാൽ എന്നെ ഈ മരിക്കുന്ന സമയം വരെയും പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, യു ലിസൺ ഫസ്റ്റ്. അതെൻ്റെ ജീവിതത്തിൽ തറഞ്ഞു കിടക്കുന്ന ഒരു വേർഡാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ കേൾക്കാൻ വേഗതയും പറയാൻ താമസവും. അത് കാര്യത്തിൽ ഞാൻ പല പ്രാവശ്യം പരാജയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ യു ലിസൺ ഫസ്റ്റ് ആ വചനം എൻ്റെ ചെവികളിൽ വലിയ സൗണ്ടിൽ വലിയൊരു മുഴക്കം എപ്പോഴും തരുന്നുണ്ട്. അത് കറക്റ്റ് ചെയ്യുവാൻ ഞാൻ അതിനുവരെയും ആഗ്രഹിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ രണ്ടഭിപ്രായങ്ങളും സ്വരച്ചർച്ചകളും വരുമ്പോൾ ഒരിക്കലും അത് മുൻപോട്ട് കൊണ്ടുപോകാൻ വെച്ചാൽ ആഗ്രഹിച്ചില്ല. വെച്ചാൽ ഞങ്ങൾ പരസ്പരം ക്ഷമ പറയുകയും അധികം സമയങ്ങൾക്ക് മുൻപേ വീണ്ടും ബന്ധം തിരികെ വരുവാനും ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. അതിന് ഒരു ഉദാഹരണം വെച്ചാൽ പിള്ളേർ പറഞ്ഞതുപോലെ നവംബർ 9 ബ്രെയിനിൽ ക്യാൻസർ അഫക്റ്റ് ചെയ്ത് കൺഫ്യൂഷനായ സമയത്ത് ഞങ്ങൾക്ക് അർജൻറ്റായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, എമർജൻസി കൊണ്ടുപോകണം, ആംബുലൻസ് വിളിക്കണം. പക്ഷേ വെച്ചാൽ അറിയാതെ ഒരു കാര്യം ചെയ്താലും എപ്പോഴും വളരെ സങ്കടമായിരുന്നു. ഞങ്ങൾ ആംബുലൻസ് വിളിക്കാതിരിക്കാൻ പറ്റത്തില്ല. വിജയൻ്റെ സ്വഭാവം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് മനസ്സിലാക്കി, അന്ന് വരെയും അസുഖങ്ങളെക്കുറിച്ചുള്ള സകല കാര്യവും ക്ലിയറായിട്ട് അറിയാം. അപ്പോൾ ഞങ്ങൾ മനസ്സോടെ ഞാൻ ചെന്ന് മനസ്സിലാകുന്നില്ല പറഞ്ഞിട്ട്, പക്ഷെ ഞാൻ എങ്ങനെയും അവതരിപ്പിച്ച് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ, കുഞ്ഞുങ്ങൾ കൂടെ വരും, അനിയും കൂടെ വരും, നമ്മളെ സഹായിക്കുന്ന ഒത്തിരി പേരുണ്ട് ഒക്കെ പറഞ്ഞ് അന്നേരം സമ്മതിച്ചു. പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്നപ്പം ആകെ കൺഫ്യൂഷൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല, ആരും എന്നോടൊന്നും പറഞ്ഞില്ല. അതിൻ്റെ കൂടെ വളരെ സങ്കടപ്പെട്ട് പറഞ്ഞു, നീയും മറച്ചു വെച്ചു, നീയും എന്നോടൊന്നും പറഞ്ഞില്ല. എനിക്കത് വളരെ വേദന ഉണ്ടാക്കി. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നമ്മൾ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ചിലപ്പോൾ മനസ്സിലാവുന്നില്ല. വേഗം എൻ്റെ പ്രയാസം കണ്ടുകൊണ്ട് വേഗം എന്നോട് പറഞ്ഞു, കൈ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, സാരമില്ല, എനിക്ക് പാപം ചെയ്യണ്ട. ഞങ്ങൾ ഒരു തർക്കത്തിൻ്റെ അവസ്ഥയിലേക്ക് വന്ന് പാപം ചെയ്യുക എന്നുള്ള ആ ഭയത്തിലും ആ ഓർമ്മക്കേടിലും അവസാനം പറഞ്ഞു, സാരമില്ല, എനിക്ക് പാപം ചെയ്യണ്ട. ആ ഒരു ജീവിതം, ആ ഒരു ആഗ്രഹം ഞാൻ മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവർ നമുക്ക് മനസ്സിലായില്ലെങ്കിലും ഓരോ സാഹചര്യത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ സാരമില്ലെന്ന് പറയാൻ ഒരു മനസ്സ്, എനിക്ക് പാപം ചെയ്യേണ്ട, എനിക്ക് കർത്താവിനെ സ്നേഹിക്കണം, പ്രസാദിപ്പിക്കണം എന്നുള്ളൊരു മനസ്സ്, അത് മുൻപോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി ആവശ്യമുണ്ട്, വലിയ ശക്തി ആവശ്യമുണ്ട്. പറയുവാൻ എളുപ്പമാണ്, എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വ്യാപരിച്ചിട്ടല്ലാതെ ഇതൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അതിന് കർത്താവ് സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുഞ്ഞുങ്ങൾ പറഞ്ഞതുപോലെ എല്ലാ സഹോദരങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വെച്ചതിന് വേണ്ടിയും ഞാനും കുഞ്ഞുങ്ങളും ഈ സമയം നന്ദി കരയറ്റുകയാണ്. സാക്ബർന്ന സിസ്റ്ററിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെയും മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഭയിലെ എല്ലാ സഹോദരങ്ങൾക്കായിട്ടും ഞങ്ങളെ ഈ വഴിയിൽ നടത്തിയവർക്കായിട്ട്, ഞങ്ങളുടെ കൂടെ ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച, ഒന്നിച്ച് ഫെലോഷിപ്പ് കൂടിയ എല്ലാ സഹോദരങ്ങൾക്കായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മരണം കഴിഞ്ഞ ഉടനെ ഒരു പ്രിയ സഹോദരനെ ഞങ്ങളെ കുടുംബമായിട്ട് ആശ്വസിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ ബ്രദർ ഉറങ്ങുകയാണ്. സാധാരണ മരിച്ചെന്നാണ് പറയുന്നത്, എന്നാൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അത് എനിക്കൊരു പുതിയ വെളിച്ചമായിരുന്നു.
നമ്മൾ വിശ്വാസികൾ കർത്താവിൽ പ്രിയം വെച്ചവർ മരിച്ചു പോവുകയല്ല ചെയ്തത്, അവർ നിദ്ര കൊണ്ടെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഉറക്കം കഴിഞ്ഞെങ്കിൽ ഉണരും. ആ ഒരു സമയം ആ സഹോദരനോട് ഞങ്ങളോട് പറഞ്ഞു, കർത്താവിൻ്റെ ലോക സംഭവങ്ങളൊക്കെയും കാണുമ്പോൾ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തായിരിക്കുന്നു. അതുകൊണ്ട് ആ സഹോദരൻ ഉണരുമ്പോൾ നമ്മളും ആ നിദ്ര കൊണ്ടവരുടെ കൂട്ടത്തിലെങ്കിലും നമ്മളും ഉണർന്നെഴുന്നേൽക്കും കർത്താവിൻ്റെ കാഹളശബ്ദം കേൾക്കുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ ജീവനോടെ ശേഷിച്ചിരിക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ ശബ്ദത്തിൽ നമ്മളും കർത്താവിനെ എത്താൻ എഴുന്നേൽക്കും. ഈ സംഭവം ഏറ്റവും അടുത്തായതുകൊണ്ട് ആ സഹോദരനെ ഉത്സാഹിപ്പിച്ച് ആശ്വസിപ്പിച്ച ഒരു കാര്യം, ഈ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിനെ കാണാനുള്ള മുഖാമുഖം കാണാനുള്ള ആ സമയത്തിൻ്റെ ഗ്യാപ്പ് വളരെ കുറവാണ്. അതുകൊണ്ട് സിസ്റ്റർ ആശ്വസിച്ചുകൊള്ളുക, കുഞ്ഞുങ്ങളെ ആശ്വസിച്ചുകൊള്ളുക, സഭയെ ആശ്വസിച്ചുകൊള്ളുക. അതെനിക്ക് വലിയൊരു പ്രത്യാശയാണ്. കാരണം കർത്താവിൻ്റെ വരവിന് ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെ നിർമ്മലീകരിക്കുക എന്നൊരു ദൈവവചനത്തിലുണ്ട്. കർത്താവിനെ കാണണമെങ്കിൽ തന്നെ നിർമ്മലീകരിക്കണം. കർത്താവ് നിർമ്മലനായിരിക്കുന്നത് പോലെ കർത്താവിൻ്റെ മണവാട്ടി തന്നെ നിർമ്മലീകരിച്ചാൽ മാത്രമേ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാനും കർത്താവിനോടുകൂടെ അയക്കുവാനും നമുക്ക് മുൻപേ കർത്താവ് പ്രേമിച്ചവരെ കണ്ടുമുട്ടുവാനും കഴിയുകയുള്ളൂ. അപ്പോഴെനിക്ക് ഒരു ആഗ്രഹം കൂടെ ദൈവം തന്നു വെച്ചാൽ, നേരത്തെ കടന്നുപോയതുകൊണ്ട് എനിക്ക് കർത്താവിനെയും കാണണം, വേഗത്തിൽ വെച്ചാൽ എനിക്ക് കണ്ടുമുട്ടണം. ആ ആഗ്രഹം ഒന്നുകൂടെ ദൈവത്തെ സ്നേഹിക്കുവാൻ, കർത്താവിനെ അനുഗമിക്കുവാൻ ദൈവം എനിക്ക് പ്രചോദനം തന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി ആദരിക്കുന്നു. കർത്താവിൻ്റെ സ്വഭാവത്തിലേക്ക് വളരുവാൻ ഞാനും അധികമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാ സഹോദരങ്ങളുടെ പ്രാർത്ഥന ചോദിക്കും. ദുഃഖത്തിൻ്റെതായിട്ടുള്ള ഈ വേളയിലും ഈ കുടുംബത്തിന് ദൈവം നൽകിയ സമാധാനത്തെ ഓർത്ത് അവരുടെ ജീവിതത്തിലൂടെ അവർ പറഞ്ഞ സാക്ഷ്യവചനങ്ങളിലൂടെ നമുക്കും ലഭിച്ച വെല്ലുവിളി ഓർത്ത് നമുക്ക് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് നന്ദിയും സ്തോത്രവും കരയറ്റുകയും ചെയ്യും. ഹല്ലേലൂയ, 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 പ്രൈസ് യു ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് യു. നമുക്ക് തുടർന്നും ചില സഹോദരങ്ങൾ ചുരുക്കമായിട്ട് അവർ ദൈവത്തിൽ സംസാരിക്കാൻ സാധിക്കും. പക്ഷെ ഇന്ന് ആ കേൾവിക്ക് ഒരു വ്യത്യാസമുണ്ട്. ഈ ഭൗതിക ശരീരത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ആ ചോദ്യം കേൾക്കുമ്പോൾ കുറച്ചൊരു വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ അതിൽ ശ്രദ്ധിക്കുന്നു. നമുക്കറിയില്ല ഏതാണ് ആദ്യം എന്നുള്ളത്. എന്നാൽ ഇന്ന് നമ്മുടെ സൗഹൃദ ശരീരം ഭൗതിക ശരീരം കൂടെ കിടക്കുമ്പോൾ ആത്മാവസത്തിൽ കഥാനോട് വിചാരിക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവന്റെ ജീവിതം കൊണ്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മൾ ഒരുക്കമുള്ളവരാണോ? ഒരുക്കമുള്ളവരാണെങ്കിൽ നമുക്ക് ആ പ്രത്യാശ ഉണ്ട്. നമുക്ക് ആ പ്രത്യാശ ഉണ്ട്. ഒരുക്കമുള്ളതിന്റെ ഒരു തെളിവ് അതാണ്. നമുക്ക് മരണത്തെ ഭയപ്പെടില്ല. ഒരുക്കമുള്ളതിന്റെ ഒരു തെളിവ് നമുക്ക് ആ പ്രത്യാശ ഉണ്ടായിരിക്കും. ഞാൻ കർത്താവിന്റെ കാന്തിയായി നിത്യമായി വസിക്കാൻ പോകുന്നുള്ള പ്രത്യാശ നമുക്കുണ്ടായിരിക്കും. ആ പ്രത്യാശ ആർക്കാണ് ലഭിക്കുന്നത്? അത് ലഭിക്കുന്ന ഒരു കൂട്ടർക്ക് മാത്രമാണ്. മാനസാന്തരപ്പെട്ട കർത്താവിനെ അറിയുന്നവർക്ക് മാത്രമാണ്. മാനസാന്തരപ്പെട്ട യേശു സുരക്ഷിതമായി സ്വീകരിച്ച് അവനോട് ചേരുന്നവർക്ക് മാത്രമാണ് ആ പ്രത്യാശയുള്ളത്. അവർക്കാണ് മരണഭയം ഇല്ലാതാകുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ പ്രിയ സഹോദരന്റെ ഭൗതിക ശരീരത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കിതേ പറയാനുള്ളൂ. പ്രിയപ്പെട്ടവരെ പോലെ പ്രിയപ്പെട്ടവർ നമുക്ക് മുമ്പിൽ വെച്ച് പോയ മാതൃക നമുക്ക് പിന്തുടരണമെങ്കിൽ നമുക്ക് അവിടെ തുടങ്ങാം. കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പ്രിയപ്പെട്ടവരുടെ ജീവിതം നമുക്ക് നൽകുന്ന ഉത്സാഹവും ആ വെല്ലുവിളിയും നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകാം. നമ്മളെ ഓരോരുത്തരെയും സഹായിക്കണം. ജീവിതം തന്റെ കുടുംബത്തിൽ താൻ കർത്താവിനൊരു സൗരഭ്യവാസനയായിരുന്നുവെന്ന് കുടുംബാംഗങ്ങളിൽ നാം കേട്ടു. താൻ ജോലി ചെയ്തയിടത്ത് തന്റെ സഹപ്രവർത്തകരിൽ നിന്നും താൻ ഒരു ദൈവഭക്തനായിരുന്നു എന്നുള്ള സാക്ഷ്യം നാം കേട്ടു. ഒരുപക്ഷെ വീണ്ടും ജനിക്കാത്ത ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾക്കും മറ്റൊന്നും പറയാനുണ്ടാകുകയില്ല. ഒരു ദൈവഭക്തന്റെ ജീവിതം സൗരഭ്യവാസന പൗലോസ് പറയുന്നത് പോലെ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിന് സൗരഭ്യവാസനയാകുന്നു. കഴിഞ്ഞ 15 വർഷത്തിൽ പരമായിട്ട് എനിക്ക് വളരെ നന്നായിട്ട് അടുത്ത സ്നേഹബന്ധമുള്ള ഒരു പ്രിയ സഹോദരനായിരുന്നു. ഗൾഫിലെ സഭയോടുള്ള ബന്ധത്തിൽ ഷാജി ബ്രദർ, ഞങ്ങൾ ഒക്കെ പലപ്പോഴും പല കാര്യങ്ങളും അന്യോന്യം ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു. എന്നെ പല വേളകളിലും വളരെയധികം ധൈര്യപ്പെടുത്തുകയും എനിക്ക് ഉത്സാഹം തരികയും എന്നെ ഒത്തിരി സഹായിക്കുകയും ചെയ്ത ഒരു പ്രിയ സഹോദരനായിരുന്നു. തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഒരു
ദുഃഖം നിറഞ്ഞ ഹൃദയത്തിനപ്പുറമായിട്ട് എനിക്കറിയാം മാനുഷിക ദുഃഖങ്ങളെയൊക്കെ അതിജീവിക്കുന്ന ഒരു പ്രത്യാശ ഇന്ന് ഇവിടെ കടന്നു വന്നിട്ട് എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. ഒരു നല്ല ഓട്ടം ഓടി തികച്ച വിക്ടറി സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ അനുമോദിക്കുന്നത് പോലെയാണ് ഇന്ന് നാം സത്യത്തിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ആ പ്രിയ സഹോദരന്റെ ജീവിതം നമുക്ക് എല്ലാവർക്കും പിന്തുടരുവാൻ നല്ല ഒരു മാതൃകയായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ഇരിക്കുവാൻ ഞാൻ അധികം ഇഷ്ടപ്പെടുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം, അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ ഇച്ഛിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് വസിക്കാൻ അധികം ഇഷ്ടപ്പെടുന്നു. പ്രിയ സഹോദരൻ ഒരുപക്ഷെ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ കുടുംബത്തെ ഇഷ്ടപ്പെട്ടിരുന്നു, തന്റെ സഭയെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു, കുടുംബത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും ഒക്കെ ജീവിച്ചു. എന്നാൽ താൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് ഇന്ന് കടന്നുപോയിരിക്കുന്നത്, കർത്താവിനോട് കൂടെ വസിക്കുവാൻ. തീർച്ചയായിട്ടും ഏതൊരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിന്റെ ഏറ്റവും അത്യുത്തമമായ സന്തോഷം നൽകുന്ന അവസ്ഥ തന്റെ പ്രാണപ്രിയനെ മുഖാമുഖം കാണുക എന്നുള്ളതാണ്. തനിക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ച പ്രാണനെ വീണ്ടെടുത്ത പ്രാണപ്രിയന്റെ സന്നിധിയിൽ കടന്നു ചെന്ന് അവനെ മുഖാമുഖം കാണുക എന്നുള്ളത് ഏതൊരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും അധികം സന്തോഷത്തിന്റെ അനുഭവമാണ്. ഇന്ന് സ്വർഗത്തിൽ രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, കഷ്ടതയില്ലാത്ത അവസ്ഥയിൽ കർത്താവിനോട് ഒരുമിച്ച് സന്തോഷം പങ്കുവെക്കുന്ന ആ പ്രിയ സഹോദരന്റെ ജീവിതത്തെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ദാനിയേൽ പ്രവചനത്തിലെ ഇങ്ങനെ ഒരു വാക്യം നാം വായിക്കുന്നുണ്ട്. ദാനിയേൽ പ്രവചനം അതിന്റെ 12-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം, എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൽ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. നമുക്കറിയാം പ്രിയ സഹോദരന്റെ ജീവിതം അനേകരെ, പ്രത്യേകിച്ച് ദോഹയുടെ പ്രദേശത്ത് അനേകരെ പാപത്തിന്റെ വഴിയിൽ നിന്ന് നീതിയുടെ വഴിയിലേക്ക് തിരിക്കുവാൻ തക്കവണ്ണം തന്റെ ജീവിതം ഇടയായി തീർന്നിട്ടുണ്ട്. അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർക്ക് കൊടുക്കുന്ന പ്രതിഫലം ആകാശമണ്ഡലത്തിൽ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന ഒരു അനുഭവം. ദൈവമക്കളെ, ഇതിലഭികാമ്യമായി മനുഷ്യ ജീവിതത്തിന് എന്താണ് വേണ്ടത്? ഇന്ന് ഇവിടെ ആയിരിക്കുന്ന നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ട്. സഭാപ്രസംഗിയുടെ പുസ്തകം അതിന്റെ 7-ാം അധ്യായത്തിന്റെ ആരംഭ വാക്കുകളിൽ ഇങ്ങനെയാണ് പറയുന്നത്, മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം, നല്ല പേര് സുഗന്ധത്തെക്കാൾ ഉത്തമം, വിരുന്നു വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ വീട്ടിൽ പോകുന്നത് നല്ലത്. കാര്യം ഓരോ മനുഷ്യനും മരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെന്നും അതിനെ നാം അഭിമുഖീകരിക്കേണ്ടതാണെന്നുമുള്ള ആ ഒരു സത്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ജ്ഞാനിയായ ശലോമോൻ എഴുതിയിരിക്കുന്ന ഈ കാര്യം നമ്മുടെ എല്ലാം ജീവിതത്തിൽ നാം ഒരു ദിവസം അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു പരമാർത്ഥ സത്യത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നാം എല്ലാവരും കർത്താവിന്റെ മുമ്പാകെ നിൽക്കേണ്ടവരാണ്. ഈ പ്രിയ സഹോദരനെ സംബന്ധിച്ചിടത്തോളം താൻ കർത്താവിൽ ജീവിച്ചു എന്നുള്ളത് കൊണ്ട്, കർത്താവിൽ വീണ്ടും ജനിച്ചു, കർത്താവിൽ ജീവിച്ചു എന്നുള്ളത് കൊണ്ട്, കർത്താവിൽ താൻ നിദ്ര പ്രാപിച്ചു എന്നുള്ളത് നമുക്ക് ഉറപ്പോടെ പറയുവാൻ കഴിയും. പലരും അനേകരുടെ ചരമകോളത്തിൽ, പേപ്പറിലും കല്ലറയുടെ ടൂംസ്റ്റോണിലും ഒക്കെ കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്ന് എഴുതി വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ. പക്ഷേ വാസ്തവമായും ക്രിസ്തുവിൽ ജനിക്കാത്തവർക്ക് ക്രിസ്തുവിൽ ജീവിക്കുവാൻ കഴിയുകയില്ല. ക്രിസ്തുവിൽ ജീവിക്കാത്തവർക്ക് ക്രിസ്തുവിൽ മരിക്കുവാൻ കഴിയുകയില്ല. ഇന്ന് ഈ സന്ദർഭത്തിൽ ഞങ്ങളെ കേൾക്കുന്ന ആർക്കെങ്കിലും വാസ്തവമായ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വീണ്ടും ജനനത്തെ അനുഭവം, കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ആ ഒരു വീണ്ടെടുപ്പിന്റെ, ഒരു വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ല എങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളോട് വാദിക്കുകയാണ്. പ്രിയ സഹോദര, സഹോദരി, ഇന്ന് നിന്റെ രക്ഷയുടെ ദിവസം, ഇന്ന് നിന്റെ വീണ്ടെടുപ്പിന്റെ ദിവസമാണ്. നീ ഈ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവനെ വിശ്വസിച്ച് വീണ്ടും ജനിച്ച ക്രിസ്തുവിൽ വീണ്ടും ജനിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കുവാൻ അവൻ നിന്നെ സഹായിക്കും. ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിൽ നിദ്ര കൊള്ളുവാൻ കഴിയുകയുള്ളൂ. ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്നാണ് വെളിപാട് 14:13 നാം വായിക്കുന്നത്. ആ ഒരേ ഒരു ഭാഗ്യാവസ്ഥയുള്ളൂ ക്രിസ്തുവിൽ മരിക്കുക എന്നുള്ളത്. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾ എല്ലാവരെയും ഉത്സാഹിപ്പിക്കട്ടെ. ഈ പ്രിയ സഹോദരന്റെ ജീവിതം ഒരു സൗരഭ്യവാസനയായിട്ട് തന്റെ സാക്ഷ്യം
അത് തന്റെ കുടുംബത്തിൽ മാത്രമല്ല, താൻ ആയിരുന്ന സമൂഹത്തിലെല്ലാം അത് പിന്നെയും ഒരു സാക്ഷ്യമായിട്ട് നിൽക്കും. നമുക്ക് ആ പ്രിയ സഹോദരന്റെ നല്ല മാതൃക പിന്തുടർന്ന് നമ്മുടെ നിത്യത ഉറപ്പാക്കി ജീവിക്കാം. ദൈവം അതിനായിട്ട് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. രോമച്ചൻ ശ്രീ മാത്യുബ്രദറിന്റെ ഇളയ സഹോദരനാണ്. ദോഹയിൽ ജോലി ചെയ്യുന്നു. രോമച്ചൻ ബ്രദർ അല്പസമയം നിൽക്കും. കോയമ്പത്തൂരിൽ നിന്ന് സാമ്പ്ര ബ്രദർ വന്നിട്ടുണ്ട്. വെല്ലൂരിൽ നിന്ന് ജോസഫ് കുരുവിള ബ്രദർ വന്നിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ഷായ് ബ്രദർ വരാനൊക്കാത്തതുകൊണ്ട് ന്യൂട്ടൺ ബ്രദർ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ കണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ദൈവത്തിലുള്ള വിശ്വാസം. എല്ലാവർക്കും വിശ്വാസമുണ്ട്, നമ്മളെല്ലാവരും വിശ്വസിക്കും. പക്ഷേ അതിന് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി എൻ്റെ ചേട്ടൻ കൊടുത്തിരുന്നു. പിന്നെ പറയുന്ന കാര്യങ്ങളിൽ വളരെ ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഞാനുമായിട്ടുള്ള എല്ലാ ഡീലിങ്സുകളിലും ഒരിക്കലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടില്ല. ഞാൻ എന്ത് മനസ്സിലാക്കുന്നു അതുപോലെ അറിയാമായിരുന്നു. അതുപോലെ എൻ്റെ ചേട്ടന് എന്താണ് മനസ്സിൽ തോന്നുന്നത് എനിക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും ഒരു ആർഗ്യുമെൻറ്റ്സോ ക്ലാഷിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. അത്ര ഞങ്ങൾക്ക് രണ്ട് ഫാമിലിയാണെങ്കിൽ പോലും ഒന്നായിട്ട് എപ്പോഴും ഫീൽ ചെയ്യരുത്. എൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും അങ്ങനെ തന്നെയാണ് ചേട്ടൻ സാക്ഷികൾ. എന്നാൽ അദ്ദേഹമായിട്ട് പല മീറ്റിങ്ങുകളിലും ഞാൻ സംബന്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ അന്ന് ഷെയർ ചെയ്ത പല മെസ്സേജും എനിക്കറിയത്തില്ല, ഓർമ്മയിലില്ല. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയിൽ, എൻ്റെ ഹൃദയത്തിൽ വരുന്ന ഒരു കാര്യം, ഇപ്പോഴും ഫ്രഷായിട്ട് നിൽക്കുന്ന ഒരു കാര്യം, ഇദ്ദേഹം മരിച്ചുപോയി എന്നറിഞ്ഞ സമയത്തും ഫ്രഷായിട്ട് വന്ന കാര്യം ഇത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത. അതായത് ഇപ്പോഴും നമ്മളിവിടെ പലരും പറഞ്ഞു കേട്ടതുപോലെ ഒരു ചിരിക്കുന്ന മുഖം. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആ സഹോദര എന്ന് പറയുമ്പോൾ അത് തൻ്റെ ഹൃദയത്തിൽ യാതൊരു കാപട്യവും ഇല്ലാതായിരുന്നു താൻ പറഞ്ഞുകൊണ്ടിരുന്നു എന്നുള്ളത്. ഒരു സിൻസിയർ ഹാർട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടെ പലരും പറഞ്ഞ പല വിഷയങ്ങളും നമ്മൾ കേട്ടു. ഒരിക്കൽ ഞാൻ ബ്രദറുമായിട്ട് ഒരു മീറ്റിംഗ് തിരുവല്ലയിലൂടെയോ സംബന്ധിച്ചപ്പോൾ അദ്ദേഹം ഷെയർ ചെയ്തൊരു വാർത്ത, ഒരു വചനം ഇപ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ട്. ആ വചനം ഇതായിരുന്നു: യേശു ക്രിസ്തു നമ്മളെ അവസാനത്തോളം ഹി ഈസ് ഏബിൾ ടു സേവ് അസ് ടു ദി അട്ടർമോസ്റ്റ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വന്ന ഒരു വാക്കാണ് അത്. യേശു ക്രിസ്തു നമ്മളെ അവസാനം വരെയും രക്ഷിക്കാൻ തക്കോണം കഴിയും വിശ്വസ്തനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് അനവർത്ഥമായിരുന്നു. പലരും ഇവിടെ പല കാര്യങ്ങൾ പറഞ്ഞു. എന്നാൽ എനിക്കൊരു കാര്യം ഓർക്കാനുള്ളത്, നമ്മൾ കേട്ടു പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു വാക്യമാണത്: ഞാൻ വിശ്വാസം കാത്തു, നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ കാണുന്ന ഒരു കാര്യം അദ്ദേഹം പറഞ്ഞതാണ്: ഐ ഹാവ് ഫിനിഷ്ഡ് മൈ കോഴ്സ്. ഞാൻ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാളെ നമ്മൾ എന്താ സാധാരണ അനുശോചിക്കുകയാണോ അനുമോദിക്കുകയാണോ ചെയ്യുന്നത്? ഞാൻ പറയട്ടെ, ഇന്നിവിടെ നമ്മൾ കേട്ട വാക്കുകളൊന്നും അനുശോചനങ്ങളല്ല, നമ്മൾ അനുമോദിക്കുകയാണ് അദ്ദേഹത്തെ. കാരണം അദ്ദേഹം ഇത്ര ചെറിയ വയസ്സിൽ താൻ ഞാനിങ്ങനെ പറയാൻ കഴിയും, he was a diligent student. അദ്ദേഹം ഒരു വളരെ വ്യക്തതയുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഈ ചെറിയ കാലയളവിൽ അദ്ദേഹം തൻ്റെ ഓട്ടം ഓടി ദൈവം കൊടുത്ത ശുശ്രൂഷ തികയ്ക്കാനായിട്ട് തനിക്ക് കഴിഞ്ഞത്. കാരണം തൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിലേക്ക് കടന്നു വന്ന മുതൽ ഒരു നിമിഷം പോലും താൻ പാഴാക്കിയില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ വളരെ ചെറിയ പീരീഡിൽ he has completed his course. പലരും അരിയറൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അരിയറൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ പാസ്സായി പോകാനായിട്ട് ഇടയായി തോന്നുന്നു. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെയും നമ്മൾ ദൈവത്തിൽ വായിക്കുന്നു, അപ്പോസ്തലനായ പൗലോസ് തന്നെയാണ് അവിടെ പറയുന്നത്: ജീവനോട് ഇരിക്കുന്നവരായ നാം നിദ്ര കൊള്ളുന്നവർക്ക് മുമ്പാകെയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം നമ്മളെക്കാട്ടിലെല്ലാം മുൻപിൽ ഓടി ഒരു ഉയർപ്പിനായിട്ട് താൻ കടന്നു പോയിരിക്കുന്നു. അവിടെ വായിച്ച് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിലാണ് 13 വാക്കുകൾ വായിക്കുമ്പോഴാണ് അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മുമ്പിലാണ് അദ്ദേഹം നമ്മളെ എല്ലാം പിന്നിലാക്കിയിട്ട് മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ഇത് വലിയൊരു പ്രത്യാശ ഉളവാക്കുന്ന കാര്യമാണ് എന്ന് ഇവിടെ ഞാൻ കാണുന്നത്. ഇവിടെ അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പേഴ്സ് ആരും തന്നെ ദുഃഖത്തിലല്ല. എല്ലാവരുടെയും മുഖത്ത് കണ്ടാൽ അറിയാം ഒരു വലിയ പ്രത്യാശയുണ്ട്. ഒരു ഭക്തന്റെ ഒരുവന്റെ മരണമാണ് തെളിയിക്കുന്നത് അവൻ എങ്ങനെ ജീവിച്ചു എന്നുള്ളത്. നമുക്കറിയാമല്ലോ, യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുന്ന സമയത്ത് എതിരെ നിന്ന ഒരു ശതാധിപൻ പറയുന്ന ഒരു വാക്കുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയുന്നത്: ഈ മനുഷ്യൻ വാസ്തവത്തിൽ
ദൈവഭക്തനായിരുന്നു, ദൈവ മകനായിരുന്നു, ദൈവത്തിന്റെ പൈതലായിരുന്നു. ഇദ്ദേഹം വാസ്തവത്തിൽ ദൈവഭക്തിയോടുകൂടെ തന്റെ ചുരുങ്ങിയ ജീവിതം കഴിച്ചുകൂട്ടി എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇവിടെ കാണുന്ന വലിയ ദൈവിക സാന്നിധ്യവും സമാധാനവും. ഇങ്ങനെ നമ്മളോട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ ബോഡി ഇവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം വാഗോണ്ട് സംസാരിക്കുന്നില്ലെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 9 പറഞ്ഞതുപോലെ അദ്ദേഹം നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവിൻ. റൺ ഇൻ സച്ച് എ വേ ദാറ്റ് യു വിൽ ഓൾസോ വിൻ. അദ്ദേഹം വിൻ ചെയ്തു. അദ്ദേഹം നമ്മളോട് പറയുന്നത് യു ഓൾസോ റൺ ഇൻ സച്ച് എ വേ ദാറ്റ് യു മേ വിൻ. നമുക്ക് അതുകൊണ്ട് ഇന്ന് ദുഃഖിക്കാനൊന്നുമില്ല. ലെറ്റ് us ഓൾസോ റൺ ദിസ് റേസ്. ഞാൻ പ്രിയ കുടുംബത്തെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ പിതാവ് സഹോദരിയുടെ ഭർത്താവ് വെച്ചിട്ട് പോയ ആ നല്ല മാതൃകയെ പിന്തുടർന്ന് അദ്ദേഹത്തിന്റെ പിൻഗാമികളായിട്ട് യഥാർത്ഥ സാക്ഷികളായിട്ട് ജീവിക്കുക. യു ഓൾസോ റൺ ഇൻ സച്ച് എ വേ ദാറ്റ് യു മേ വിൻ. But when we talk about St. Matthew, it is not like that. എന്നാൽ സഹോദരൻ സി മാത്യുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ It's not like that. അങ്ങനെയല്ല. Because we heard many of the brothers who have been closely associated with him, and we have heard his children, വളരെ 4 children and his dear wife. വളരെ അടുത്ത സഹോദരൻ സി മാത്യുവിനോട് ഇടപെട്ട സഹോദരങ്ങൾ തൻ്റെ കുടുംബത്തിലുള്ളവരുടെയൊക്കെ സാക്ഷ്യം നാം കേൾക്കുകയായിരുന്നല്ലോ. And therefore we know that it is not some good words that we heard. നാം കേട്ടത് ചില നല്ല ഭംഗിവാക്കുകളല്ല. Bible says precious is the death of the godly man. തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത് തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. It's very precious. അത് ഏറ്റവും കർത്താവിൽ മരിക്കുന്ന മൃതന്മാര് അത് കർത്താവിന് ഏറ്റവും വിലയേറിയതാണ്. And how do we know that he was godly? നമുക്ക് എങ്ങനെ ഇത് അറിയുവാനായിട്ട് കഴിയും? I met him in Maria's wedding last year, this time. കഴിഞ്ഞ വർഷം സി മാത്യു ബ്രദറിന്റെ മകളുടെ കല്യാണത്തിന് ഞാൻ സഹോദരനെ കാണുകയുണ്ടായി. And there was no complaining, there was no self-pity, there was no seeking the sympathy of others in his face. ഒരു പരാതിയോ അല്ലെങ്കിൽ സ്വയസഹതാപമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു കരുണയോട് തന്നോട് ഇടപെടണം എന്ന് അന്വേഷിക്കുന്ന ഒരു കാര്യം ഒന്നും തന്നെ സി മാത്യു ബ്രദറിന് ഇല്ലായിരുന്നു. If you had not known that he was suffering,